പ്രൈസ് ലോർഡ്. ഒരിക്കൽ കൂടെ ഈ തിരുവചന പഠനത്തിലേക്ക് നിങ്ങളെല്ലാം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വചനം കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. കർത്താവിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായിട്ടും കർത്താവിന്റെ സ്നേഹത്തിനായിട്ടും ഒക്കെ ദൈവത്തിന് ഒരിക്കൽ കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് 2 കൊരിന്ത്യർ അതിന്റെ 2-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങളാണ്. 14 മുതൽ 3-ാം അധ്യായത്തിന്റെ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ അധ്യായങ്ങളിൽ പറയുന്ന ഒരു പ്രധാന വിഷയം മിനിസ്റ്റേഴ്സ് ഓഫ് ന്യൂ കവനന്റ്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ. വളരെ മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒരു അധ്യായമാണ്, ഒരു ഭാഗമാണ്. ഇതിനകത്ത് പൗലോസ് പല ഉദാഹരണങ്ങൾ വെച്ച് നമ്മളെ ഇത് മനസ്സിലാക്കുവാനായിട്ട് കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടിയിട്ട് ഈ ലേഖനം എഴുതുമ്പോൾ പല ഉദാഹരണങ്ങൾ തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും ഒരു റെഫറൻസ് പൗലോസ് കൊടുക്കുന്നത് റോമൻ വിക്ടറി പരേഡാണ്. അതിൽ റോമൻ സൈന്യം, അതിന്റെ ജനറൽ ഒരു യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോൾ അതിൽ കുറെ സ്ലേവ്സിനെ പിടിച്ചുകൊണ്ട് വരാറുണ്ട്. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഇതിന്റെ 14-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. വായിക്കാം. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. But God, thank God, He made us His captive and continued to lead us along in Christ's triumphal possession. ഇവിടെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു ജനറൽ യുദ്ധത്തിൽ പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ലേവ് എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു തന്നെ പിടിച്ചു, കർത്താവിന്റെ വകയാക്കി തീർത്തു. ഇനിയും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഒരു സ്ലേവിനെ പോലെ, റെഡിമേഡ് പോലെ താൻ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടു. ഇതാണ് ഓരോ ദൈവമക്കളുടെയും ഒരു സാക്ഷ്യം. ഇതാണ് നമുക്ക് നമ്മളെക്കുറിച്ച് പറയുവാനായിട്ടുള്ളത്. പല ഭാഗങ്ങളിൽ പൗലോസ് പറയുന്നു നമ്മൾ ആരാണെന്നുള്ള കാര്യം ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകും. നമ്മളെല്ലാം സ്ലേവാണ്. കാര്യം നമുക്ക് നമ്മുടേതായ പ്ലാനുകൾ, നമ്മുടേതായ ജീവിത ശൈലികൾ, നമ്മുടേതായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവിനാൽ പിടിക്കപ്പെട്ടപ്പോൾ നമുക്ക് ആഗ്രഹങ്ങളോ നമ്മുടെ ഇച്ഛകളോ ഒന്നുമല്ല. നാം ദൈവത്തിന്റെ കയ്യിൽ ഒരു സ്ലേവ്, ഒരു അടിമയാണ്. 14-ാമത്തെ വാക്യത്തിൽ നമുക്ക് അതാണ് കാണുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ട് നമ്മളെ പിടിച്ചുകൊണ്ട് വന്നു? ഇപ്പം ഫ്രാഗ്മെന്റ്സ് ഓഫ് നോളജ് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. Now he uses to spread the knowledge of Christ everywhere. അപ്പൊ അടിമയായി പിടിക്കപ്പെട്ട നമ്മളെക്കുറിച്ചുള്ള ദൈവിക ഉദ്ദേശം സ്പ്രെഡ് ചെയ്യുവാനായിട്ട് ഈ നോളജ് ഓഫ് ക്രൈസ്റ്റ് അത് മറ്റുള്ളവരിലേക്ക് വെളിപ്പെടുത്തുവാൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എവരിവെയർ, നമ്മളെ എവിടെയാക്കുന്നു ദൈവം നമ്മളെക്കുറിച്ച്, ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ ഏത് ഏരിയകളിലാണ് ദൈവം നമ്മളെ ആക്കുന്നത്, അവിടെയൊക്കെ കർത്താവിന്റെ ആ നോളജ് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇത് കൊരിന്ത്യ സഭയ്ക്ക് പൗലോസ് എഴുതുകയാണ്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മുടെ ഐഡന്റിറ്റി, നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, നമ്മളെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നുള്ളത് നാം മറന്നു പോകരുത്. നമുക്ക് പലപ്പോഴും നമ്മളെക്കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ് എന്ന് വരുമ്പോഴേ നമ്മൾ എവിടെ താമസിക്കുന്നു, ഏത് ജോലി ചെയ്യുന്നു, ഏത് കുടുംബത്തിലെയാണ് എന്നൊക്കെയുള്ള പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ ഹൃദയത്തിനകത്ത് വരാറുണ്ട്. ഏത് ദൈവ വചനത്തിന്റെ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരായിരിക്കുന്ന ഓരോ ദൈവവചനം പറയുവാനുള്ള സാക്ഷ്യം ഒന്ന് തന്നെയാണ്. നമ്മളൊക്കെ കർത്താവിന്റെ അടിമകളാണ്. നമുക്കൊരു പർപ്പസ് ഉണ്ട്. അതും പൗലോസ് ഇവിടെ ആ വാക്യത്തിൽ തന്നെ പറയുന്നു. Now he uses to spread the knowledge of Christ everywhere like sweet perfume. നാം ആയിരിക്കുന്നിടത്ത് ആ സൗരഭ്യവാസന വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. Fragrance in every place. Through Paul's ministry, God spread the knowledge of Christ wherever he goes. ഒരു സ്ഥലത്ത് മാത്രമല്ല, പോകുന്ന എല്ലാ സ്ഥലത്തും ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു സൗരഭ്യവാസനയായിട്ട് തീരുവാനായിട്ട് പൗലോസിനെ കഴിഞ്ഞു. അതാണ് ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. നമുക്ക് പല ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മൾ അവിടെ എത്തണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. എവിടെ ദൈവമാക്കിയാലും, അവിടെ ഏത് പൊസിഷനിലാക്കിയാലും, ഏത് നിലയിലാക്കിയാലും അവിടെ ഒക്കെ കർത്താവിന് വേണ്ടിയിട്ട് സൗരഭ്യവാസനയാകുക എന്നുള്ളത്. 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആൻഡ് our lives are Christ like fragrance rising up to God. ഇനിയും നമ്മുടെ ലൈഫ്, പേഴ്സണലായിട്ടുള്ള നമ്മുടെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഫ്രാഗ്രൻസ് ഓഫ് ക്രൈസ്റ്റ്. അതെവിടെയാണ് ആദ്യം ചെല്ലേണ്ടത്? ആദ്യം കർത്താവിലാണ് ചെല്ലേണ്ടത്. അതെങ്ങനെയാ? അവർ ലൈഫ്സ് ആർ ക്രൈസ്റ്റ് ലൈക്ക് ഫ്രാഗ്രൻസ് റൈസിംഗ് അപ്പ് ടു ഗോഡ്, ബട്ട് ദിസ് ഫ്രാഗ്രൻസ് ഈസ് പെർസീവ്ഡ് ഡിഫറൻറ്റ്ലി ബൈ ദോസ് ഹു ആർ ബീയിങ് സേവ്ഡ് ആൻഡ് ദോസ് ഹു ആർ പെരിഷിംഗ്. അപ്പം നമ്മൾ ഈ സൗരഭ്യവാസനയാണ് പുറപ്പെടുവിക്കേണ്ടത്. ഈ സൗരഭ്യവാസന സാഹചര്യം അനുസരിച്ച് മാറുന്നതല്ല. നമ്മളിപ്പോൾ കേരളത്തിലാണെങ്കിലും, നോർത്ത് ഇന്ത്യയിലാണെങ്കിലും, നോർത്ത് അമേരിക്കയിലാണെങ്കിലും,
നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ ഈ വാസന മാറുന്നതല്ല, ഇത് ചേഞ്ച് ചെയ്യപ്പെടുന്നതല്ല. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ചെല്ലുന്നതിനനുസരിച്ചൊക്കെ നമ്മൾ മാറാറുണ്ട്. എന്നാലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ക്വാളിറ്റീസ്, കൾച്ചർ മാറാം, പക്ഷേ ക്വാളിറ്റീസ് മാറത്തില്ല. നമ്മുടെ വാല്യൂസ് ഒന്നും നമ്മൾ മാറ്റത്തില്ല. അപ്പോൾ ഇതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നമ്മൾ ആരാണെന്നുള്ളതും നമ്മളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണെന്നുള്ളതും ദൈവസന്നിധിയിൽ നാം എങ്ങനെ കാണപ്പെടണം, ദൈവസന്നിധിയിൽ എന്തായിട്ട് ദൈവസന്നിധിയിൽ നാം എത്തണം. നാം ഓരോ ദിവസവും ഈ സൗരഭ്യവാസന പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളാണ്, ഓരോ സോഴ്സസ് ആണ്. ഇത് ആദ്യം എന്താണ്? ദൈവസന്നിധിയിൽ എത്തുന്നു. എന്നാൽ ഇതിനെ വേൾഡ് വ്യൂവില് ഇത് രണ്ടായിട്ട് കാണപ്പെടുന്നു. 2 ഓഡിയൻസ് ആണ്, ഒരേ വ്യക്തികൾക്ക് 2 ഓഡിയൻസ്. അപ്പൊ നമ്മളെ 2 രീതിയിൽ ആൾക്കാർ കാണാറുണ്ട്, 2 സമൂഹമുണ്ട്. ഇപ്പൊ തന്നെ ഒരു മെസ്സേജ് നമ്മൾ പറഞ്ഞാൽ, ഞാനൊരു ചർച്ചിൽ ഒരു മെസ്സേജ് പ്രീച്ച് ചെയ്ത് കഴിഞ്ഞാൽ 2 രീതിയിൽ ആൾക്കാർ എടുക്കാറുണ്ട്. ചിലർക്കത് ഭയങ്കര സന്തോഷമായിരിക്കും, ചിലർക്കത് ഇപ്പോൾ ഒരു കറക്ഷൻസ് അല്ലെങ്കിൽ ഇന്ന ഒരു വിഷയം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഏരിയ കൂടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ നല്ലതായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എനിക്ക് ഇനിയും ഒരു മാറ്റം ആവശ്യമാണല്ലോ എന്നുള്ള ഒരു ബോധ്യത്തിൽ തങ്ങളെ തന്നെ പിന്നെയും സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പിന്നെയും കഴിവുകൾ പ്രാപിച്ച് അതിലേക്ക് മുന്നോട്ട് നീങ്ങുവാൻ നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്, ഈ കുത്തുവാക്കുകളൊക്കെ എന്തിന് ഞാൻ കേൾക്കണം, അല്ലെങ്കിൽ ഞാനിവിടെ ഇത്രയും ജോലിയൊക്കെ ചെയ്ത് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുമ്പോൾ ഒരു കംഫർട്ടബിൾ, അല്ലെങ്കിൽ എന്നെ ഒന്ന് കംഫർട്ട് ചെയ്യുന്ന, സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും കേട്ടിട്ട് മടങ്ങുവാൻ ആഗ്രഹിച്ചു വരുന്നവർ, അവർക്ക് പലപ്പോഴും ഈ പല ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് കയറുന്ന മെസ്സേജസ് ഒന്നും അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പൊ 2 രീതിയിലാണ് ഒരു മെസ്സേജിനെ എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് 2 രീതിയിലാണ് നമ്മളെ ലോകം കാണുന്നത്. ഇത് ദൈവമക്കൾ നമ്മളെ കാണുന്നതും ലോകം കാണുന്നതും 2 ഡിഫറെന്റ് ആയിട്ടാണ്. ഇപ്പൊ ഈ ഭാഗങ്ങളെല്ലാം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ മിനിസ്റ്റേഴ്സ് ഓഫ് ന്യൂ കവനന്റ് എന്നുള്ള ഒരു ഹെഡിങ്ങിലാണ് ഞാനിത് പറഞ്ഞതെങ്കിലും ഇതിനകത്തെല്ലാം 2 കോൺട്രാസ്റ്റ് ആണ് പൗലോസ് ഇവിടെ എടുത്ത് കാണിക്കുന്നത്. അപ്പൊ അതിനകത്തും 2 ഓഡിയൻസ്, 2 ഓഡിയൻസ്, 2 തരത്തിലുള്ള ആൾക്കാർ. ഒരിക്കല് ഒരു കർത്താവിന്റെ ദാസൻ ഇപ്പം സൂം മീറ്റിംഗ് ഒക്കെ ആരംഭിച്ച സമയത്ത്, ഈ സൂമിലെ മീറ്റിംഗ് തുടങ്ങിയപ്പോൾ പലർക്കും ഈ സൂം അത്ര ഉപയോഗിക്കാനൊന്നും അറിഞ്ഞുകൂടാ, അൺമ്യൂട്ട് വലിയ പ്രശ്നമായിട്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വളരെ നല്ല ആഴത്തിലേറിയ ചിന്തകളൊക്കെ, ആഴമേറിയ ചിന്തകളൊക്കെ ഒരു കർത്താവിന്റെ ദാസൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ പെട്ടെന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കുക, ഈ മനുഷ്യൻ എന്തോ ഈ പറയുന്നത്, ഈ പുള്ളി എന്തൊക്കെയായി പറയുന്നത്. അൺമ്യൂട്ട് ചെയ്യാൻ മറന്നുപോയതാണ്. പക്ഷെ അന്നേരം ഒരേ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ ഹൃദയത്തിൽ ഇങ്ങനെ കത്തി, വളരെ നല്ല മെസ്സേജ് ആണല്ലോ, വളരെ ആഴമേറിയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ പിന്നെയും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം അവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു റെസ്പോൺസ് കിട്ടുന്നത് എന്താ, ഈ പുള്ളി എന്തൊക്കെയായി പറയുന്നത്. അപ്പം 2 രീതിയിലുള്ള ഒരു ഓഡിയൻസ് ഉണ്ട്. അപ്പം നമ്മളെയും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓഡിയൻസ് എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, നമ്മുടെ നെയ്ബേഴ്സ് എല്ലാം നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല, നമ്മുടെ ചർച്ചിലുള്ളവരും എല്ലാവരും നമ്മളെ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ സൗരഭ്യ വാസനയാണോ എന്നുള്ളത് നമ്മളെ തന്നെ പരിശോധിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമ ശുശ്രൂഷകന്മാരെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ശുശ്രൂഷകന്മാരെന്ന് ഞാൻ പറയുമ്പോൾ ഒരിക്കലും ചിന്തിക്കരുത് ഇത് പാസ്റ്റേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ദൈവസഭയിൽ എന്തെങ്കിലും ശുശ്രൂഷ ചെയ്യുന്നവരെ കുറിച്ചോ ആണ് പറയുന്നതെന്ന്. അല്ല, നിങ്ങളെല്ലാം ശുശ്രൂഷകന്മാരാണ്. തിരുവചന പ്രകാരം ഓരോരുത്തർക്കും ശുശ്രൂഷയുണ്ട്. നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ ഭവനത്തിലെ ആ കാര്യങ്ങൾ നോക്കുന്ന, ഭവനത്തിലെ ഫാദർ ഫിഗറായിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവിടെ ഒരു ശുശ്രൂഷയുണ്ട്. അദ്ദേഹത്തിന് പല പല ചുമതലകളെ കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടുത്തെ ശുശ്രൂഷകനാണ്. അവിടെ ചെയ്യുന്ന വീട്ടമ്മ, അവരും ഒരു ശുശ്രൂഷകരാണ്. സഹോദരിമാർക്ക് എന്തൊക്കെ ശുശ്രൂഷകളുണ്ടെന്ന് ദൈവവചനത്തിൽ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അവരുടേതായ ശുശ്രൂഷകളുണ്ട്. അപ്പൊ എല്ലാവരും ശുശ്രൂഷകരാണ്, എല്ലാവരും ദൈവവചനത്തിന്റെ ശുശ്രൂഷകരാണ്. എല്ലാരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അതെല്ലാം സൗരഭ്യവാസനയായിട്ട് ദൈവസന്നിധിയിൽ കാണപ്പെടണം. പബ്ലിക്ക് പല രീതിയിലുള്ള ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ള കാര്യം പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്ന കാര്യം. പൗലോസിന്റെ ജീവിതത്തിൽ അത് വ്യക്തമായിട്ട് കൊരിന്ത്യർ സഭയോടുള്ള ബന്ധത്തിലും മറ്റു സഭകളോടുള്ള ബന്ധത്തിലും പൗലോസിന് അത് എടുത്തു കാണിക്കുവാനായിട്ട് കഴിയും. അടുത്ത 16-ാമത്തെ വാക്യം. ഇവിടെ വീണ്ടും 2 കോൺട്രാസ്റ്റ് കാണിക്കുന്നു. ഒന്ന് എന്താണ്? അരോമ ഓഫ് ഡെത്ത്, അരോമ ഓഫ് ലൈഫ്. വായിച്ചു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. അപ്പൊ നമ്മള് ഇതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞാൽ, ഇത് തന്നെ ഒരു വിക്ടറി പരേഡ് നടത്തി റോമാ സൈന്യം അതിന്റെ തലസ്ഥാന നഗരിയിലേക്ക് അടുക്കുമ്പോൾ ജനമൊക്കെ ഇവരെ എക്സ്പെക്ട് ചെയ്ത് വളരെ വലിയ ആഘോഷങ്ങൾ, വളരെ വലിയ അവിടെയൊക്കെ ഈ ഇൻസെൻസ് ഒക്കെ സുഗന്ധവർഗ്ഗങ്ങളൊക്കെ ഇട്ട് കത്തിച്ച്, അപ്പോൾ ഈ വളരെ ദൂരത്തുനിന്ന് വരുന്ന സൈന്യത്തിന് ഇതൊരു വാസന അടിക്കാറുണ്ട്. നമ്മൾ ആ കേന്ദ്ര നഗരത്തിലേക്ക് നമ്മൾ എത്തി. ഈ വാസന അവർക്ക് അടിക്കുമ്പോൾ 2 രീതിയിലുള്ള റെസ്പോൺസ് ഇതിനകത്ത് നിന്ന് ഉണ്ടാകാറുണ്ട്. ഒന്ന്,
യുദ്ധം ജയിച്ചു വരുന്ന ആ പടയാളികൾക്ക് തങ്ങളുടെ ഭവനത്തിൽ വന്ന് സന്തോഷത്തോടുകൂടെ ആ രാജ്യം തങ്ങളെ എതിരേൽക്കുവാനായിട്ട് നിൽക്കുന്നു. വളരെ ആർപ്പുവിളികളോടുകൂടെ അവരെ വെൽക്കം ചെയ്യുന്ന ഒരു സമൂഹത്തെ അവർ എക്സ്പെക്ട് ചെയ്യുന്നു. തങ്ങളുടെ ഭവനങ്ങളെ വിട്ടിട്ട് പോയ ഭവനങ്ങളെയൊക്കെ കാണാനുള്ള വലിയ സന്തോഷത്തോടുകൂടി അവർ വരുമ്പോൾ അവിടെ സ്ലേവായിട്ട് പിടിക്കപ്പെട്ട ഒരു കൂട്ടം കാണും. അവരുടെ ഇതിലേക്ക് അടുത്ത് വരുമ്പോൾ, ഈ സ്ഥലത്തേക്ക് അടുത്ത് വരുമ്പോൾ അവർക്കറിയാം അവർക്ക് എന്താ സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ അവരെ കാരാഗ്രഹത്തിൽ അടയ്ക്കും, അല്ലെങ്കിൽ അവരെ കൊന്നുകളയും. അവർ ഇനി വലിയൊരു ജഡ്ജ്മെന്റിലേക്ക് അവരതിനെ നേരിടാനായിട്ട് പോവുകയാണ്. അപ്പൊ അവരുടെ അകത്ത് എന്തോ ഭയം, മരണഭയം അവരുടെ അടുത്ത് വളരെ ശക്തമായിട്ട് ഉണ്ടാകാറുണ്ട്. ഈ ഒരേ യാത്രയില് രണ്ട് പേര് രണ്ട് തരത്തില് ചിന്തിക്കുന്നവർ. ഒരാൾക്ക് മരണത്തെക്കുറിച്ചുള്ള ഭയം, അതാണ് ഈ വാസന അവരിൽ മരണഭയം ഉണ്ടാക്കുന്നു. ഇതേ വാസന തന്നെ മറ്റുള്ളവരിൽ ജീവൻ ഉണ്ടാക്കുന്നു. ഇനി വേറൊരു ഉദാഹരണം കൂടെ മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞാൽ, പലപ്പോഴും ഈ സ്ട്രീറ്റ് മിനിസ്ട്രി ഒക്കെ ചെയ്യുമ്പോൾ ഈ നാടുകളിൽ, യൂറോപ്യൻ നാട്ടിലും അമേരിക്കയിലും ഒക്കെ സ്ട്രീറ്റ് മിനിസ്ട്രി ചെയ്യുന്നവർക്ക് അറിയാം, ചില ഈ പാപത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവർ അതിനകത്തുനിന്ന് വെളിയിൽ വരുവാൻ താല്പര്യമില്ലാത്തവരുടെയും ഹൃദയത്തിന്റെ എവിടെയൊക്കെയോ ഒരു ഭയമുണ്ട്, ഭയങ്കര ഭയമുണ്ട്. കാര്യം അവരുടെ ജീവിതത്തിൽ അവരുടെ മരണത്തിന് ശേഷം എന്തായി തീരും, ഇവർ ഈ പാപത്തിലാണ് ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞാലും ഇവരുടെ അകത്ത് നമ്മൾ അറിയാത്തൊരു ഭയമുണ്ട്. അപ്പൊ ഇത് ഭയം അവിടെ സ്ട്രീറ്റിൽ നിന്ന് ഈ വചനമൊക്കെ സംസാരിക്കുന്നവർ ഇവരെ ഭയങ്കരമായിട്ട് അവർക്കതങ്ങ് ഇൻസൾട്ടായിട്ട് മാറും. ഈ ഭയം അവരുടെ അകത്ത് അങ്ങോട്ട് കയറും. വചനം അങ്ങോട്ട് കേൾക്കുമ്പോൾ ചിലരുടെ അകത്ത് ഭയങ്കര ഭയം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യും, അവർക്കിത് സംസാരിക്കുന്നവരെ ഇഷ്ടമല്ല, അവർക്കിത് കേൾക്കുന്ന ഇഷ്ടമല്ല. അവരിൽ നിന്ന് എത്രയും ദൂരം മാറി നിൽക്കാമോ അത്രയും ദൂരം മാറി നിൽക്കും. അവര് ഇത് സംസാരിക്കുന്നവരെ ആക്രമിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളുള്ള പേഴ്സണൽ റിവെഞ്ച് കൊണ്ടൊന്നും അല്ല അവർ ചെയ്യുന്നത് പറഞ്ഞാൽ അവരുടെ ഹൃദയത്തിനകത്തുള്ള ഭയം. അതാണ് പലപ്പോഴും അവരെ ഈ സ്ട്രീറ്റ് മിനിസ്റ്റേഴ്സിനെയും അങ്ങനെ സുവിശേഷം പറയുന്നവരെയും ട്രാക്ട് കൊടുക്കുന്നവരെയൊക്കെ ആക്രമിക്കുവാനുള്ള ഒരു കാരണം. അല്ലാത്ത കാരണങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ അതിനകത്ത് ഒരു കാരണം ഞാൻ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. പക്ഷേ ചിലർക്ക് ഈ വചനം കേൾക്കുന്നത് ഭയങ്കര സന്തോഷമാണ്. നമുക്കുള്ള ജീവിതത്തിൽ നമ്മളെല്ലാം വിശ്വാസികളാണല്ലോ, അപ്പൊ നമുക്കൊക്കെ വചനം കേൾക്കുന്നത് ഭയങ്കര സന്തോഷമായിരിക്കണം. എന്നാലും ചിലർക്കൊക്കെ അങ്ങനെ അല്ല. ഈ വചനം ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളവരുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ടവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഇത് തേൻ പോലെ മധുരമുള്ളതായിട്ട് തീരണം. നമുക്ക് ഈ വചനം പഠിക്കുന്നതും വചനം കേൾക്കുന്നതിലും ഒക്കെ വലിയ സന്തോഷം ഉണ്ടെങ്കിൽ, വചനം എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള വചനങ്ങൾ, നമ്മളെ എൻകറേജ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അതല്ലാതെ ട്രൂ വേർഡ് ഓഫ് ഗോഡ്, അതിനകത്തുള്ള നമ്മുടെ റെസ്പോൺസ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമല്ലോ. ചില വചനം പഠിക്കുവാനും കേൾക്കുവാനും ഒക്കെ ഉള്ള വലിയ ആഗ്രഹം നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ ഏത് വഴിയിലാണെന്ന് ഇവിടെ തന്നെ ഈ പടത്തിൽ 2 വഴിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒന്ന് മരണത്തിലേക്കുള്ള വഴിയും, ഒന്ന് ജീവനിലേക്കുള്ള വഴിയും. ഈ മരണത്തിലേക്കുള്ള വഴിയിൽ സഞ്ചരിക്കുന്നവർക്ക് ഈ വചനമൊക്കെ അവർക്ക് ഇഷ്ടമല്ല. അവരൊരു പക്ഷേ നല്ല മ്യൂസിക്കൊക്കെ കേൾക്കുമായിരിക്കാം, പക്ഷെ നല്ല വചനങ്ങളും ആരാധനയും ഒന്നും ഇവർക്ക് വലിയ താല്പര്യം കാണത്തില്ല. മറ്റു സൈഡിൽ ഈ വചനങ്ങൾ ഓരോ ദിവസവും അവരെ ജീവനിലേക്ക് നയിക്കുവാനായിട്ടിടയായി. അപ്പൊ നമുക്ക് ഈ വചനത്തോടുള്ള റെസ്പോൺസ്, നമ്മുടെ കൂട്ടായ്മയോടുള്ള റെസ്പോൺസ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ഇതിനോടൊക്കെ റെസ്പോൺസ് നമുക്ക് തന്നെ അറിയാമല്ലോ. അത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ഏത് വഴിയിലാണ് പോകുന്നതെന്നുള്ളത്. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള 2 വഴികളെക്കുറിച്ച്, കോൺട്രാസ്റ്റ് ആയിട്ടുള്ള 2 വഴികളെക്കുറിച്ച് പൗലോസ് പറയുന്നു. ഒന്ന് ജീവനിലേക്കുള്ള വഴി, 2 മരണത്തിലേക്കുള്ള വഴി. എഴുതിക്കുന്നത് വി ആർ എ ഡ്രെഡ്ഫുൾ സ്മെൽ ഓഫ് ഡെത്ത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മരണത്തിലേക്കുള്ള വഴിയിലേക്ക്, നാശത്തിലേക്കുള്ള വഴിയിലേക്ക് പോകുന്നവർക്ക് നമ്മളൊരു ഡ്രെഡ്ഫുൾ സ്മെല്ലാണ്. എന്നാൽ ജീവനിലേക്ക് പോകുന്നവർക്ക് ഇറ്റ്സ് എ ലൈഫ് ഗിവിംഗ് പെർഫ്യൂം. അപ്പൊ എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കണം. കാര്യം നമ്മളെ അങ്ങനെ എല്ലാവരെയും സൂചിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും ദൈവമക്കൾ മനസ്സിലാക്കണം. 17ാമത്തെ വാക്യത്തിലേക്ക് വരാം. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവത്തിന്റെ കൽപ്പനയാലും ദൈവസന്നിധിയിൽ ക്രിസ്തുവിൽ സംസാരിക്കുന്നു. ഇത് പൗലോസ് അവിടെ പറയുമ്പോൾ തന്നെ പൗലോസിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഈ ചാപ്റ്റേഴ്സിലെല്ലാം, പ്രത്യേകിച്ചും 3-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരാണ് ആരാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പോളിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. അതിനുള്ള കാരണങ്ങളൊക്കെ തുടർന്ന് നമുക്ക് പഠിക്കാം. പല കാരണങ്ങളും അത് നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പോസ്തലികത്തെയൊക്കെ ചലഞ്ച് ചെയ്യുന്ന ഒരു സമൂഹം അവരുടെ ചുറ്റിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പലരെയും പല കാര്യങ്ങളും പോളിന് പിന്നെയും തന്നെ ഡിഫെൻഡ് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട്, പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വചനം സംസാരിക്കുന്നവരല്ല. അപ്പൊ പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല ഞങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നത്. അത് ഞങ്ങളുടെ മാനത്തിനോ ഞങ്ങളുടെ പൈസ ഉണ്ടാക്കാനോ. പൗലോസ്
സഭകളിൽ നിന്നൊക്കെ ഒരു ധനശേഖരണം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും തന്റെ പേഴ്സണൽ പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ലായിരുന്നു. അതൊക്കെ മിനിസ്ട്രിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഭാരത്തിലായിരിക്കുന്ന, ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന ദൈവസഭകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടുമാണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ ദൈവമക്കളെ കുറിച്ച്, ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർക്ക് ഉണ്ടാകേണ്ട ഒരു ക്വാളിറ്റി, ഈ മുമ്പിട്ടുള്ള ഭാഗത്തിൽ നമ്മൾ പറഞ്ഞിരുന്നത് വി ആർ ഓൾ എ സ്വീറ്റ് അരോമ. അപ്പൊ ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ള ഒരു 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 വാസനയായിട്ട് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മൾ പലപ്പോഴും ഈ അഭിഷേകത്തിനും മിനിസ്ട്രിക്കും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഇന്ന് പുതിയ നിയമസഭകളിൽ ഇന്ന് കണ്ടുവരുന്ന സഭകളിലുണ്ടെങ്കിലും അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ലൈഫ്. ഇപ്പോൾ പലപ്പോഴും അതൊരു മാതൃകയുള്ളതായിട്ട് തീരുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. ഇന്ന് പല ചർച്ചസിലും അതിൽ വലിയ ഇമ്പോർട്ടൻസും ചർച്ചസ് കൊടുക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഒരു മാതൃകയുള്ളതായിട്ട് ഉള്ള ഒരു ലൈഫാണോ എന്നുള്ള കാര്യത്തിൽ പലപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് വളരെ വിഷമമുള്ള ഒരു കാര്യമാണ്. കാര്യം ഇവിടെ പൗലോസ് പറയുന്നു, നമ്മുടെ ലൈഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പോളിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. ഞങ്ങൾ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല, പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഇതെല്ലാം മറ്റ് സഭകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ദൈവനാമമഹത്വത്തിന് വേണ്ടിയിട്ടാണ് താൻ ചെയ്തതെന്നുള്ള കാര്യം 17ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇനി 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെയുള്ള വിഭാഗങ്ങളിൽ ഇത് കേൾക്കുമ്പോൾ ഇത് അല്പം സെൽഫ് ബോസ്റ്റിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അപ്പം പോൾ തൻ്റെ മിനിസ്ട്രിയെ ദൈവം വാലിഡേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു. 4 മുതൽ 6 വരെ ഉള്ള വാക്യങ്ങൾ പിന്നെയും നാം ഇന്നിപ്പം ചിന്തിച്ചു വന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വീണ്ടും ഒന്ന് എടുക്കുവാനായിട്ട് ഇടയായത്. ഓൾഡ് കവനന്റും ന്യൂ കവനന്റും നമ്മൾ എന്തിനു വേണ്ടിയിട്ട് വിളിച്ചു? നമ്മൾ പലപ്പോഴും ഇന്ന് പുതിയ നിയമത്തെക്കുറിച്ച് നാം ഒരുപാട് സംസാരിക്കാറുണ്ടെങ്കിലും ഇന്ന് പഴയ നിയമത്തിന്റെ വ്യവസ്ഥകളിലാണ്, പലരുടെയും ഹൃദയത്തിന്റെ ആഴങ്ങളിൽ പഴയ നിയമത്തിന്റെ ആ ഒരു പ്രിൻസിപ്പിൾ, ആ ഒരു കവനന്റിലാണ് പലപ്പോഴും പലരും ജീവിക്കുന്നത്. അപ്പോൾ 1 മുതൽ ഉള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. ഞങ്ങൾ പിന്നെയും ഞങ്ങളെ തന്നെ ശ്ലാഘിപ്പാൻ തുടങ്ങുന്നുവോ? അല്ല, ചിലർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ശ്ലാഘ്യപത്രം കാണിപ്പാനാകട്ടെ, നിങ്ങളോട് വാങ്ങുവാനാകട്ടെ ഞങ്ങൾക്ക് ആവശ്യമോ? ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ. കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. 2-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തില് പോൾ വീണ്ടും തന്റെ ഒരു സിൻസിയാരിറ്റി കുറിച്ച് പറയുന്നുണ്ട്. അത് ഒന്നുകൂടെ വായിക്കാം. 17-ാം വാക്യം നമ്മളിപ്പോൾ ചിന്തിച്ചതാണ്. 2-ാം അധ്യായത്തിന്റെ 17-ാം. ഞങ്ങൾ ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല, നിർമ്മലതയോടും ദൈവവചനത്തിൽ കൂട്ടിച്ചേർക്കുന്ന അനേകരെ പോലെയല്ല. പോൾ വീണ്ടും റിമൈൻഡ് ചെയ്യുകയാണ്, ഈ സെൽഫ് പോസ്റ്റിങ്ങിനകത്ത് വളരെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അങ്ങനെ ചെയ്യുന്നതിനകത്ത് പൗലോസിന് താല്പര്യവുമില്ല. എന്നാൽ താൻ അവിടെ ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം പൗലോസിനെ പലപ്പോഴും പലരും തെറ്റിദ്ധരിക്കുകയും പൗലോസിനെ പലപ്പോഴും ആൾക്കാരെ ചലഞ്ച് ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ടാണ്. പ്രത്യേകിച്ചും ഒരു ഫോൾസ് അപ്പോസ്റ്റലാണെന്നുള്ള ഒരു ചിന്ത ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായതുകൊണ്ടാണ്. എന്നാൽ ആ കാലത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. ഇന്നത്തെ ഒരു സാഹചര്യം പോലെയല്ല ആ കാലത്ത് നമ്മുടെ യൂട്യൂബോ അല്ലെങ്കിൽ TV-യോ അതിനകത്തുള്ള ഇവാഞ്ചലൈസേഷൻ ഒന്നുമില്ല. അപ്പോൾ പലരെയും നമുക്ക് അറിയുവാനായിട്ട് കഴിയത്തില്ല. അപ്പം ഈ പല ദേവദാസന്മാരെയും നമ്മളൊരു ഗസ്റ്റ് പാസ്റ്ററിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ യൂട്യൂബിൽ നോക്കും, പുള്ളിയുടെ 2-3 മെസ്സേജ് ഒന്ന് കേൾക്കാനായിട്ട് ശ്രമിക്കും. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഒരാളെ അറിയുന്നത്. എന്നാൽ ആ കാലത്ത് ഈ റെക്കമെൻഡേഷൻ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ ആണ് പലപ്പോഴും ഇന്ന ആൾ ആരാണെന്നുള്ളത്. ഇപ്പം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ 15-ാം അധ്യായത്തിന്റെ 22-23 വാക്യങ്ങളിൽ പോളിനും ബർന്നബാസിനും അപ്പോസ്തലന്മാർ റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അന്ത്യോക്യയിലോട്ട് പോകുന്ന ഒന്ന് വായിക്കാതെ 15-ാം അധ്യായത്തിന്റെ 22 മുതൽ 31 വരെയുള്ള വാക്യം. അപ്പോൾ തങ്ങളിൽ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത പൗലോസിനോടും ബർന്നബാസിനോടും കൂടെ അന്ത്യോക്യയിലേക്ക് അയക്കണമെന്ന് അപ്പോസ്തലന്മാരും മൂപ്പന്മാരും സർവ്വസഭയെ നിർണയിച്ചു. സഹോദരന്മാരിൽ പ്രമാണപ്പെട്ട പുരുഷന്മാരായ ബർശബാസ് എന്ന യൂദയെയും ശീലാസിനെയും നിയോഗിച്ചു. 31 വരെയുള്ള അവരുടെ കൈവശം എഴുതി അയച്ചത് എന്തെന്നാൽ, അപ്പോസ്തലന്മാരും മൂപ്പന്മാരായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും കിലിക്കയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞു എന്ന് കേൾക്കൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർശബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണമെന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയാലും ഇത് തന്നെ അറിയിക്കും. മതി. അപ്പൊ ഇവിടെ നാം ഈ എഴുതിയ ഈ വായിച്ചു കേട്ട ഭാഗത്തിൽ നമുക്കറിയാം, പഴയ കാലത്ത് 1-ാം നൂറ്റാണ്ടില് ഈ സഭയിൽ ഒരുപാട് യാത്രകൾ ചെയ്ത് സുവിശേഷം അറിയിക്കുവാനായിട്ട് പോകുന്ന സഹോദരങ്ങളുടെ കയ്യിൽ
അവർ അപ്പോസ്തലന്മാർ ഇപ്പം പത്രോസിനെ അല്ലെങ്കിൽ അറിയപ്പെടുന്ന അപ്പോസ്തലന്മാർ അവരുടെ ഒരു കത്ത് കൊടുത്തയക്കാറുണ്ട്. ആ കത്ത് ആണ് പലപ്പോഴും ആ സഭകളിൽ കൊണ്ട് വായിക്കുമ്പോൾ ഇവരുടെ ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ അല്ലെങ്കിൽ ഇവരാണെന്നുള്ള കാര്യം ആ കത്തിനകത്ത് എഴുതാറുണ്ട്. അപ്പം പൗലോസിന്റെ തന്നെ പല ലേഖനങ്ങളിലും 2-ാം അധ്യായം 8-ാം വാക്യം 2 കൊരിന്ത്യർ 8-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസും തിമോത്തിക്ക് വേണ്ടി ടൈറ്റസിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ ഒക്കെ എഴുതി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ആരാണെന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ. കാര്യം ആ കാലഘട്ടത്തിലും വളരെ വലിയ ശക്തമായ ഒരു പ്രോബ്ലം ആയിരുന്നു. ഈ പലരും ശുശ്രൂഷകന്മാര് എന്ന് അഭിനയിച്ചുകൊണ്ട്, ശുശ്രൂഷകന്മാരെന്ന് നടിച്ചുകൊണ്ട് അവർ പല സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷകൾ ചെയ്ത് ജനത്തെ തെറ്റിക്കുന്ന വലിയൊരു കാര്യം ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഇവിടെ പൗലോസിന് ഈ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ പകരമായിട്ട് പൗലോസിനെ തന്നെ ഡിഫെൻഡ് ചെയ്യുകയാണ്. കാര്യം കൊരിന്ത്യ സഭ പൗലോസ് സ്ഥാപിച്ചൊരു സഭയാണ്. അവിടെ പത്രോസിന്റെ ഒരു ലെറ്റർ ഓഫ് റെക്കമെൻഡേഷന്റെ ആവശ്യമില്ല. അപ്പം അവിടെ പൗലോസിന് തന്നെ ഡിഫെൻഡ് ചെയ്യുവാനായിട്ട് കഴിയും. ഈ സഭയിലുള്ള വ്യക്തികൾ തന്നെയാണ് പൗലോസിന്റെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ എന്നാണ് തുടർന്ന് വാക്യത്തിൽ നാം കാണുന്നത്. അതിന്റെ 2-ാമത്തെ വാക്യം, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ. ഇതും വലിയ ആഴത്തിലുള്ള ഒരു വാക്യമാണ്. വളരെ ഒരു ഹൃദയത്തിൽ ടച്ച് ചെയ്ത് എഴുതപ്പെട്ട ഒരു വാക്യമാണ്. പൗലോസ് പറയുന്നത്, കൊരിന്ത്യൻസ്, നിങ്ങളാണ് ഞങ്ങളുടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, നിങ്ങളാണ് ഞങ്ങളുടെ ക്രെഡൻഷ്യൽ. ഇന്ന് ഈ കാലഘട്ടത്തിൽ ക്രെഡൻഷ്യൽസിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പഠിച്ചു, തിയോളജിയിൽ നമുക്ക് ഡിഗ്രി ഉണ്ടോ, PhD ഉണ്ടോ, ഡോക്ടറാണോ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ക്രെഡൻഷ്യൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ജനം ഒരാളെ, ഒരു വ്യക്തിയെ അംഗീകരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ ക്രെഡൻഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലേ? നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്തല്ലേ. ഇപ്പം എനിക്ക് ക്രെഡൻഷ്യൽ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എൻ്റെ ടൈം, എൻ്റെ പേഴ്സണൽ ഡെവലപ്മെന്റിൽ, ഞാൻ പഠിക്കുന്നതിൽ ഇതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. തെറ്റാണെന്നല്ല. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു ക്രെഡൻഷ്യൽ ഉണ്ടാക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പഠിച്ചു നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിഗ്രി ആയി, പിന്നെ അതിൻ്റെ മാസ്റ്റേഴ്സ് ആയി, പിന്നെ നമുക്ക് PhD ആയി, പിന്നെ നമ്മുടെ പേരിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇങ്ങനെ പല പല ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് ചേർക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ ക്രെഡൻഷ്യൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ പൗലോസ് പറയാണ്, ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ആരില്ല? നിങ്ങളിലാണ്. അപ്പൊ നിങ്ങളാണ് എൻ്റെ ക്രെഡൻഷ്യൽസ്, നിങ്ങളാണ് എൻ്റെ ലിവിങ് റെക്കമെൻഡേഷൻസ്. ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും പാസ്റ്റേഴ്സ് ഒക്കെ ഒരു 3 years അല്ലെങ്കിൽ 4 years ഒരു ചർച്ചിൽ ഇരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ഈ ജനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഒരാളെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞല്ല. അപ്പൊ അവരുടെ ഒരു ലിമിറ്റേഷൻ, നമുക്കൊരു റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇന്ന് പാസ്റ്റേഴ്സിനെ കുറിച്ച് എന്താണ് അവരുടെ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി? ഞായറാഴ്ച വരിക, മീറ്റിംഗ് നടത്തുക, ഭവന സന്ദർശനം നടത്തുക, വിവാഹം നടത്തുക, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ വാട്ട് അബൌട്ട് ഇൻവെസ്റ്റിംഗ് ഓൺ ദ പീപ്പിൾ? അവരാണ് നമ്മുടെ ക്രെഡൻഷ്യൽ എന്ന് പറഞ്ഞാൽ, നാളെ നമ്മുടെ ഡിഗ്രി കണ്ടുകൊണ്ടല്ല ജനം നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കേണ്ടത്, ദൈവസഭയിലെ വ്യക്തികളുടെ ക്വാളിറ്റി കണ്ടുകൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ ചലഞ്ച് അല്ലേ? ആ പൗലോസ് ആ വലിയ ചലഞ്ചാണ് ഏറ്റെടുക്കുന്നത്. പൗലോസ് ഇവിടുത്തെ അവരുടെ സ്ഥിതിയെക്കുറിച്ചൊക്കെ നമ്മൾ 1-ാം ലേഖനത്തിൽ നമ്മൾ കേട്ടു. എങ്കിലും ഇങ്ങനെയുള്ള ഒരു ജനത്തെക്കുറിച്ചും, ഞാൻ അവിടെ വന്ന് 1 വർഷം ശുശ്രൂഷിച്ചതേ ഉള്ളൂ, എനിക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ല എന്ന് പറയുന്നില്ല പൗലോസ്. എന്താ പറയുന്നത്? അവരിൽ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അവരിൽ ആ ഹോപ്പ് കളയാതെ പുള്ളിയുടെ ക്രെഡൻഷ്യലും പുള്ളിയുടെ ആ ഒരു എല്ലാ തൻ്റെ ലൈഫും തൻ്റെ എഫേർട്ടും എല്ലാം അതിനകത്ത് പിന്നെയും ഇടുവാനായിട്ട് പൗലോസ് താല്പര്യപ്പെടുകയാണ്. ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി പൗലോസ് ഏറ്റെടുക്കുകയാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളിന്ന് ഒരു ചർച്ചിൽ വരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ രീതിയും അവരേത് ചർച്ചയിൽ നിന്നാണ് വന്നതെന്നുള്ളതും കൂടെ വെച്ച് കമ്പയർ ചെയ്താൽ, അത് വെച്ചിട്ടാണ് ആ ചർച്ചിലെ ദൈവദാസനെ നമ്മൾ വിലയിരുത്തുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാനൊരു ചെറിയൊരു ചിന്ത പറഞ്ഞത്, ഇനി എത്ര വലിയ തിയോളജിയും എത്ര വലിയ കാര്യങ്ങൾ ഇവിടെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ സഭയിലുള്ള ഒരാൾ മറ്റൊരു ചർച്ചയിൽ പോവുകയാണ്. അവരുടെ രീതികളോ അവരുടെ കാര്യങ്ങളോ ഒക്കെ വെച്ചിട്ട് ഇപ്പോൾ അവിടുത്തെ ദൈവദാസനെ നമ്മൾ വിലയിരുത്തിയാൽ, പൗലോസ് പറയാണ്, നിങ്ങൾ അങ്ങനെ വിലയിരുത്തിക്കോ. ഇവിടെ ഉള്ള ഓരോരുത്തരെയും കുറിച്ച് എൻ്റെ ആഗ്രഹം അവരൊക്കെ കർത്താവിൽ എൻ്റെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് ആയിട്ട് മാറണമെന്നുള്ളതാണ്. അപ്പം അത്രയ്ക്ക് ദൈവസഭയുമായിട്ട് താൻ അറ്റാച്ച്ഡ് ആയിരുന്നു. അത്രയ്ക്ക് ദൈവസഭയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ജീവിതം കൊടുത്ത ഒരു വ്യക്തിയാണ് പൗലോസ്. പൗലോസിന്റെ ഒരു അറ്റാച്ച്മെന്റ് അവിടെ കാണുന്നത്. പ്രത്യേകിച്ച് ദേവദാസന്മാർക്കൊക്കെ വളരെ വലിയൊരു എക്സാമ്പിളാണ് ഈ ഒരു കാര്യം. പലപ്പോഴും ദേവദാസന്മാരൊക്കെ സഭയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് നിൽക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്ന കാര്യം. അവരവരുടെ പേര് കളയാതെ
അവരുടെ ക്രെഡൻഷ്യൽ കളയാതെ അവരെ സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പൗലോസ് പറയാണ് നിങ്ങളാണ് ഞങ്ങളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ. അതിന് 2ാമത്തെ വാക്യം, ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിന്റെ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ, അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിന്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പൗലോസ് പറയാതെ അത് കൽപ്പലകളിൽ എഴുതി തന്നിട്ടുള്ളതല്ല. നേരത്തെ പറഞ്ഞതുപോലെ അപ്പോസ്തലന്മാർ അവര് എഴുതി കൊടുത്തിട്ടുള്ള ലെറ്റേഴ്സ് പോലെയല്ല, ഇത് ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള ലെറ്ററാണ്. ഇനിയും 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന് 1-2 വാക്യങ്ങളോട് വായിക്കും. ഞാൻ സ്വതന്ത്രനല്ലയോ, ഞാൻ അപ്പോസ്തലനല്ലയോ, നമ്മുടെ കർത്താവായ യേശുവിനെ ഞാൻ കണ്ടിട്ടില്ലയോ, കർത്താവിൽ ഞാൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നിങ്ങളല്ലയോ, മറ്റുള്ളവർക്ക് ഞാൻ അപ്പോസ്തലൻ എന്ന് വരികിൽ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ആകുന്നു, കർത്താവിൽ എൻ്റെ അപ്പോസ്തലത്വത്തിന്റെ മുദ്ര നിങ്ങളല്ലോ. പിന്നെയും പൗലോസ് പറയാണ്, നിങ്ങളെ കണ്ടുകൊണ്ടാണ് മറ്റുള്ളവര് എന്നെ അപ്പോസ്തലനെന്ന് അംഗീകരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് അപ്പോസ്തലനല്ലാതിരിക്കുന്നത്? ഒരു കമ്പാരിസൺ പൗലോസ് പിന്നെയും പറഞ്ഞിരിക്കുന്നത് നമുക്കിവിടെ കാണാം. അതിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 4-ാമത്തെ വാക്യം, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. അതെ, 3-ാമത്തെ വാക്യത്തിൽ പിന്നെയും കൽപ്പനകളിൽ എഴുതിയിട്ടുള്ള കൽപ്പനകളെ കുറിച്ച് നമുക്ക് പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ദ ലോ ഓഫ് മോസസ് ദാറ്റ് വാസ് റിട്ടൺ ഇൻ ദ സ്റ്റോൺ ടാബ്ലറ്റ്സ്. പക്ഷെ ഇവിടെ പറയാണ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ള കൽപ്പനകൾ. പുതിയ നിയമത്തിന്റെ പ്രോമിസ് എല്ലാം ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ജെറമ്യാവിന്റെ പുസ്തകം 31-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം വായിക്കാം. എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു, ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും, ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കുമെന്ന യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഈ കൽപ്പന സ്റ്റോണിൽ എഴുതുന്ന കല്ലുകളിൽ എഴുതുന്ന കൽപ്പനയും ഹൃദയത്തിൽ എഴുതുന്ന കൽപ്പനയും തമ്മിൽ എങ്ങനെയാണ് ഡിഫറൻസ്? എങ്ങനെയാണ് കല്ലുകളിൽ എഴുതിയ കൽപ്പനകൾ അത് വായിക്കുവാനായിട്ട് കഴിയത്തില്ല, എന്നാൽ ഹൃദയത്തിൽ എഴുതിയ കൽപ്പനകൾ അത് ഈ കല്ലിൽ എഴുതിയ കൽപ്പനകളെക്കാൾ സ്ട്രോങ് ആണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത് തമ്മിലുള്ളൊരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ ദാസനും മകനും തമ്മിലുള്ള വ്യത്യാസമാണ്. ദാസനോട് പല കാര്യങ്ങളും പറയുന്നത് അവൻ പലപ്പോഴും അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭയം കൊണ്ടാണ്. അത് കല്ലിൽ എഴുതിയ കൽപ്പനയാണ്. അത് വളരെ റിജിഡായിട്ടുള്ള ഒരു ബോസിനെ ദാസൻ അനുസരിക്കുന്നത് കാര്യം താൻ വളരെ റിജിഡ് ആയതുകൊണ്ടാണ്. തൻ്റെ ആ കൽപ്പനകളൊക്കെ വളരെ സ്റ്റേണാണ്, തന്നെ ഒരു ചെറിയ കാര്യത്തിൽ പോലും വിട്ടുവീഴ്ച കാണിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആൾക്കാർ ഭയത്തിൽ അനുസരിക്കാറുണ്ട്. എന്നാൽ അപ്പനും മകനും തമ്മിലുള്ള ഒരു ബന്ധം അതങ്ങനെയല്ല, അത് ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ലോജിക്കിനോ മാത്തമാറ്റിക്കലായിട്ടോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല, ഹൃദയത്തിൽ എഴുതിയ കൽപ്പന. അപ്പൊ നമുക്കും ദൈവമായിട്ടുള്ളൊരു ബന്ധം അത് ഹൃദയത്തിലാണോ കൽപ്പനകളിലാണോ എന്ന് നമ്മളൊക്കെ ആദ്യകാലങ്ങളിൽ നമ്മുടെ ഈ ബന്ധമൊക്കെ കൽപ്പനകൾ, കാര്യം നമ്മുടെ മാതാപിതാക്കൾ പറയുന്നു അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയുമ്പോൾ ഈ ദൈവം എന്ന് പറയുന്ന ഒരു വലിയ ശക്തിയോടുള്ള ഭയത്തിൽ നാം പല കാര്യങ്ങളും അനുസരിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് കോൺസിക്വൻസസ് ഉണ്ടാകും എന്നുള്ള ഭയത്തിൽ അനുസരിക്കാറുണ്ട്. എന്നാൽ ആ പുത്രൻ എന്നുള്ള പദവിയിലേക്ക് കടന്നു വരുമ്പോൾ അത് ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൽപ്പനകളാണ്. അതിന്റെ അനുസരണവും അതിലെ ആ റെഫറൻസും ഒക്കെ ഉണ്ടാകുന്നത് സ്നേഹത്തിൽ നിന്നാണ്. ഇതാണ് ഈ 2 കൽപ്പനകൾ തമ്മിലുള്ള വ്യത്യാസം. പഴയ നിയമത്തിലെ കൽപ്പന അത് കല്ലിന്മേൽ എഴുതിയിട്ടുള്ളതാണ്, അത് ആർക്കാലും മായ്ച്ചു കളയുവാനായിട്ട് കഴിയുന്നതല്ല. ആ കൽപ്പനകൾ അങ്ങനെ തന്നെയാണ്. എന്നാൽ പുതിയ നിയമത്തിന്റെ കൽപ്പന, പ്രവാചകനിലൂടെ അരുളി ചെയ്ത കൽപ്പന, അത് ഇവിടെ എല്ലാം ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള കൽപ്പനയാണ്. 4-5 വാക്യങ്ങളോട് വായിക്കാം. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. കോൺഫിഡൻസ് ത്രൂ ക്രൈസ്റ്റ്. പൗലോസ് പറയാണ് ഈ വിധത്തിൽ കോൺഫിഡൻസ്, ഓൾ ട്രസ്റ്റ് ഈസ് റിയൽ, ഇറ്റ് ഈസ് ഹെൽഡ് ത്രൂ ക്രൈസ്റ്റ് ടുവേഴ്സ് ഗോഡ്, നെവർ ഇൻ ഹിംസെൽഫ്. ഇതിനകത്ത് 2-ാമത്തെ അധ്യായത്തിലും റിപ്പീറ്റ് ചെയ്ത അതേ കാര്യം തന്നെ പൗലോസ് ഇവിടെ പറയാണ്. ഞങ്ങളുടെ കോൺഫിഡൻസ് ഇതെല്ലാം ക്രിസ്തുവിലാണ്, അല്ലെങ്കിൽ ക്രിസ്തു മൂലമാണ്. ഞങ്ങൾക്ക് തന്നെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. അവർ സഫിഷ്യൻസി കെയിം ഫ്രം ക്രൈസ്റ്റ്. He points to God as the source of his qualification, his confidence, and does not come from his own ability. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകർ എപ്പോഴും മനസ്സിലാക്കേണ്ട, തന്റെ ശുശ്രൂഷകളിൽ തന്റെ ഭാവങ്ങളിൽ ഒക്കെ എപ്പോഴും നേളിച്ച് കാണേണ്ട ഒരു സത്യമാണ് ദൈവമാണ് നമ്മുടെ അഡിക്വസി. ദൈവത്തിനാലാണ് സകലതും നടക്കുന്നത്. നമ്മളെല്ലാം ഒരു ഇൻസ്ട്രുമെന്റ്സ് മാത്രമാണ്. അപ്പം നമ്മുടെ ബോസ്റ്റിംഗ് ഒക്കെ നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ആ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യണം. ഇന്ന് പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടും ഉള്ളപ്പോൾ നമ്മൾ ഇതിനെയൊക്കെ തിരിച്ചറിയണം.
ദൈവസന്നിധിയിൽ നാം ഉറപ്പുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ വിധിക്കുവാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതത്തിൽ തെറ്റിപ്പോകാതിരിക്കാൻ നാം എന്ത് കേൾക്കുന്നു കാണുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് വളരെ ഉറപ്പും വേണം. ദൈവവചനത്തിൽ നമുക്ക് ഒരു അടിസ്ഥാനവും ഉണ്ടായിരിക്കണം. ആറാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 6-7 വാക്യങ്ങൾ വായിച്ച് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ ആക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകയില്ലയോ? പഴയ നിയമത്തെ പിന്നെയും ഇവിടെ ഒരു 2 കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പഴയ നിയമത്തിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. അക്ഷരം കൊല്ലുന്നു, അക്ഷരവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസം. ഈ കാര്യങ്ങൾ നേരത്തെ വായിച്ചതുപോലെ മോശയുടെ ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണം അത് കല്ലിന്മേലാണ് എഴുതിയിരിക്കുന്നത്. ആർക്കും മായ്ച്ചു കൂടാൻ കഴിയാതെ വണ്ണം, ആർക്കും മാറ്റാൻ കഴിയാതെ വണ്ണം, അതിന്റെ വള്ളിയോ പുള്ളിയോ മായ്ച്ച് കളയാൻ കഴിയാതെ വണ്ണം അത് അങ്ങനെ എഴുതപ്പെട്ട് മോശയുടെ കയ്യിൽ കൊടുത്തു. നമുക്കറിയാം എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ. അതിനകത്ത് അതിന്റെ കോൺസിക്വൻസസ് എന്താണ്, ആ ന്യായപ്രമാണം കിട്ടിയപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് കഴിയും. എന്നാൽ പുതിയ നിയമത്തില് അത് ഹൃദയത്തിന്റെ പലകകൾ എഴുതിയിരിക്കുന്നതാണ്. അത് ഈ കല്ലിൽ എഴുതിയതിനേക്കാൾ സ്ട്രോങ് ആണ്, സോഫ്റ്റ് ആണ്. കല്ലിൽ എഴുതിയേക്കുന്നതിനേക്കാൾ സ്ട്രോങ് ആണ്, അതിനേക്കാൾ ബന്ധമുള്ളതാണ്, അതിനേക്കാൾ മായ്ച്ചു കൂടാൻ കഴിയാത്തതാണ്. അത് ഒരിക്കലും ലൈറ്റ് ആണെന്ന് വിചാരിക്കരുത്. ഈ ന്യൂ കവനന്റ് നമുക്ക് ആ ജെറമ്യ, എസെക്കിയേൽ പ്രവചനങ്ങളിലൊക്കെ അതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ 1-2 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലെറ്റർ റെഫറൻസ് ടു ലോ ഓഫ് മോസസ് കമ്പയർഡ് ടു റോമൻസ് ചാപ്റ്റർ 2 verse 27. സ്വഭാവത്താൽ അഗ്രചർമ്മിയായവൻ ന്യായപ്രമാണം അനുഷ്ഠിക്കുന്നുവെങ്കിൽ അക്ഷരവും പരിച്ഛേദനയുമുള്ള ന്യായപ്രമാണ ലംഘിയായ നിന്നെ അവൻ വിധിക്കയില്ലയോ? ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കൊണ്ട് അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഈ ലോ ഡസ് നോട്ട് ജസ്റ്റിഫൈ പീപ്പിൾ, ഇറ്റ്സ് ഓൺലി ഐഡന്റിഫൈ സിൻ. അതാണ് ഈ പഴയ നിയമത്തിന്റെ ഒരു ബുദ്ധിമുട്ട്. ഈ പഴയ നിയമത്തിലെ ഈ കാര്യങ്ങൾ നമ്മളെ മനസ്സിലാക്കും. ഇതൊരു മെഷറിംഗ് ടേപ്പ് പോലെയാണ്. പഴയ നിയമത്തിലെ നിയമങ്ങളൊക്കെ നാം വായിക്കുമ്പോൾ ഒരു കാര്യം നമ്മളെ മനസ്സിലാക്കും, ഇതിനകത്ത് നിന്ന് എത്രത്തോളം നാം അകന്നിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കും. എന്നാൽ നമ്മളെ ഈ ന്യായപ്രമാണത്തിനോട് അടുത്ത് ജീവിക്കുവാനുള്ള ഒരു ശക്തി ഈ അക്ഷരത്തിനില്ല, എന്നാൽ ആത്മാവിനുണ്ട്. ആത്മാവ് നമ്മളെ ജനിപ്പിച്ച് കർത്താവിന്റെ ആ സ്വഭാവത്തോട് നമ്മളെ അനുരൂപമാക്കി ജയോത്സവമായി നടക്കുവാനായി നമ്മളെ സഹായിക്കുന്നതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ, പുതിയ നിയമത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് നാം ഈ പഴയ നിയമത്തിന്റെ ആ കൊല്ലുന്ന അക്ഷരങ്ങളിൽ അല്ല നാം വിശ്വസിക്കുന്നത്. നാം പുതിയ നിയമത്തിൽ ജീവിപ്പിക്കുന്ന ആത്മാവിലാണ് നമ്മുടെ പ്രത്യാശ, നമ്മുടെ വിശ്വാസം. റോമാലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യങ്ങളോട് വായിക്കാം. അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. ന്യായപ്രമാണത്താൽ പാപത്തിന്റെ പരിജ്ഞാനം അത്രേ വരുന്നത്. നമുക്ക് എത്രത്തോളം നാം ഈ ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നുള്ള ഒരു പരിജ്ഞാനം നമുക്ക് ലഭിക്കും ന്യായപ്രമാണത്താല്. പക്ഷെ ഈ ന്യായപ്രമാണം മൂലം ഒരു ജഡവും നീതീകരിക്കപ്പെടുന്നില്ല. ഇനി 8-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കാം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിക്കുവാൻ നമ്മുടെ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടിയിട്ട് യാഗമായി. ഈ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം അറിയാവുന്നത് കൊണ്ട് അതിനധികം സമയമെടുക്കുന്നില്ല. എന്നാൽ ഇത് എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത് ആപ്ലിക്കേഷനില്ല, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇത് വിടുതലായി മാറി എന്നുള്ളത് റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ പൗലോസ് പിന്നെയും അവിടെ എഴുതിയിരിക്കുന്ന വിശ്വാസം ഒന്ന് വായിച്ചോ. 28-ാം. അങ്ങനെ മനുഷ്യൻ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തി കൂടാതെ വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടുന്നു എന്ന് നാം അനുമാനിക്കുന്നു. വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെടുന്നു. ഇതാണ് ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരുന്ന വലിയ രക്ഷ. പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാർ, അതിനകത്താണ് അവരുടെ ഫുൾ കോൺഫിഡൻസ്, അതിനകത്താണ് അവരുടെ രക്ഷ, അതിനകത്താണ് അതിന്റെ വിടുതൽ. നമ്മളെ ആ പുതിയ നിയമത്തിന്റെ ആ ഒരു കവനന്റ് ആണ് ദൈവം നമ്മളുമായിട്ട് ചെയ്തിരിക്കുന്നത്. 7-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്കിവിടെ അതിന്റെ പ്രിയ എന്ന്. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതാകില്ലയോ? ആത്മാവിന്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായി തീരത്തില്ല എന്ന് പലപ്പോഴും നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് സന്തോഷിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് എക്സൈറ്റഡ് ആകാറുണ്ട്. കാര്യം പഴയ നിയമത്തിൽ ചെങ്കടലിൽ വായിച്ചതും മോശയുടെ ശുശ്രൂഷ, പാറയടിച്ചത്, അതിനകത്ത് വെള്ളം, എല്ലാം അത്ഭുതങ്ങളല്ലേ. എല്ലാം അത്ഭുതങ്ങൾ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കത് ഭയങ്കര ഗ്ലോറിയസ് ആയിട്ട് തോന്നും. എന്നാൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ പൗലോസ് പറയാണ് അതിനേക്കാൾ ഗ്ലോറിയസ് ആണ്. അത്ഭുതങ്ങളാലല്ല, ആ ദൈവത്തിലുള്ള വിശ്വാസത്താലും ആ രക്ഷയാലും ദൈവത്തിന്റെ ആ ഉള്ള ബന്ധത്താലും ആ ഹൃദയത്തിൽ എഴുതിയിരിക്കുന്ന
ആ ന്യായപ്രമാണത്താൽ ഏത് തരത്തിൽ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും പഴയ നിയമത്തെക്കാൾ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. The glory of Moses' face was real, but passing setting up the greater glory that remains. അതാണ് പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ. അപ്പൊ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്ന ആ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരായിട്ടാണ്. അപ്പൊ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരുടെ പ്രത്യേകത എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്, മറ്റുള്ളവരുടെ മുമ്പിൽ നാം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്, ഇതിനെക്കുറിച്ചൊക്കെ നാം ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാനായിട്ടിടയായി. ഈ വചനങ്ങൾ പിന്നെയും വായിക്കുക, ധ്യാനിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പിന്നെയും പുതിയ റെവലേഷനിലേക്കൊക്കെ നടത്തും. ദൈവവചനത്തിൽ നമ്മളെ ഉറപ്പിക്കുവാനായിട്ടിടയാകും. ഈ വചനം നമ്മുടെ ജീവനും ചൈതന്യം ഉള്ളതാണ്. ഇത് ഓരോ ദിവസവും വായിക്കുമ്പോൾ ഈ വചനത്തോടുള്ള നമ്മുടെ താല്പര്യം, കേട്ടതുപോലെ പലർക്കും ഇതൊരു വലിയ ബോറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറുമ്പോൾ, പലരും ഇതിനെ വെറുക്കുമ്പോൾ, എന്നാൽ ഒരു കൂട്ടത്തിന് ഇത് വലിയ മാധുര്യമുള്ള, തേൻ കട്ടയേക്കാൾ മാധുര്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ ജീവിതത്തിലൊക്കെ അങ്ങനെ ആയി തീരട്ടെ. വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.